ഫ്രീഡം വേൾഡ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ 14 ജില്ലകളെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. നമ്പർ 14, തിരുവനന്തപുരം. ഇന്ത്യയിലെ നിത്യഹരിത നഗരം, ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നെല്ലാം വിളിപ്പേരുള്ള തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാന നഗരമാണ്. കേരളത്തിലെ ഏറ്റവും വലുതും ജനസംഖ്യയുള്ളതുമായ ഈ നഗരം ഗവേഷണ വികസന സ്ഥാപനങ്ങൾക്ക് പേരുകേട്ട ഇന്ത്യയിലെ ചുരുക്കം ചില നഗരങ്ങളിൽ ഒന്നാണ്. നഗരത്തിനുള്ളിൽ അന്താരാഷ്ട്ര വിമാനത്താവളം, തുറമുഖവും നിലനിൽക്കുന്നു. നമ്പർ 13, കൊല്ലം. അറബിക്കടലിന്റെ മലബാർ തീരത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അഷ്ടമുടി കായലിനരികിലാണ് ഈ ജില്ല സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന തുടർച്ചയായി ജനവാസമുള്ള നഗരങ്ങളിൽ ഒന്നാണ്. അറബിക്കടലിന്റെ രാജകുമാരൻ, ലോകത്തിലെ കശുമാവിന്റെ തലസ്ഥാനം, കായൽ തീരത്തേക്കുള്ള കവാടം, യുവത്വത്തിന്റെ ഉറവ എന്നെല്ലാം കൊല്ലത്തിന് വിളിപ്പേരുകളുണ്ട്. നമ്പർ 12, പത്തനംതിട്ട. തെക്കൻ കേരളത്തിലെ ഒരു മുനിസിപ്പൽ പട്ടണമായ ഇതിനെ കേരളത്തിന്റെ തീർത്ഥാടന തലസ്ഥാനം എന്നും വിളിക്കുന്നു. 1982 നവംബർ 1 ജില്ല പ്രാബല്യത്തിൽ വന്നത്. ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായ ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. പത്തനംതിട്ടയുടെ വായുവിന്റെ ഗുണനിലവാരം വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നീ നഗരങ്ങളുടേതുപോലെയാണ്. നമ്പർ 11, ആലപ്പുഴ. കിഴക്കൻ ലോകത്തിലെ വെനീസ്, കായൽ രാജാവ് എന്നെല്ലാം വിളിപ്പേരുള്ള ആലപ്പുഴ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ്. കനാലുകൾ, കായലുകൾ, കടൽ തീരങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് ആലപ്പുഴ. മിക്ക കയർ വ്യവസായങ്ങളും ഇവിടെയുള്ളതിനാൽ കയർ ഫാക്ടറികൾക്കും ഇത് പേരുകേട്ടതാണ്. നമ്പർ 10, കോട്ടയം. അക്ഷരങ്ങളുടെ നഗരം എന്നു പേരുള്ള ഈ ജില്ല മലയാള മനോരമ, മംഗളം തുടങ്ങിയ പല ദിനപത്രങ്ങൾക്കും തുടക്കം കുറിച്ചത് ഇവിടെ നിന്നാണ്. കോട്ടയത്തെ മൊത്തം ജനസംഖ്യയുടെ യഥാക്രമം 6.73%, 0.31% പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരുമാണ്. കോട്ടയം നിരവധി പ്രശസ്തരായ എഴുത്തുകാരെയും പത്രപ്രവർത്തകരെയും കലാകാരന്മാരെയും സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു ഡച്ച് സ്കൂളും കോട്ടയത്തുണ്ട്. നമ്പർ 9, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ ഇടുക്കിയിലെ കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉദ്യാനം എന്നറിയപ്പെടുന്നു. കേരളത്തിന്റെ വൈദ്യുതി ആവശ്യത്തിന്റെ ഏകദേശം 66% ഇടുക്കി ജില്ലയിലെ വിവിധ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ്. ജില്ലയിലുടനീളം നിരവധി നാണ്യവിളകളും സുഗന്ധവ്യഞ്ജനങ്ങളും കൃഷി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി. ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ളതും ഇവിടെയാണ്. നമ്പർ 8, എറണാകുളം. കേരളത്തിലെ കൊച്ചി നഗരത്തിന്റെ ബിസിനസ് ജില്ലയാണ് ഇത്. പുരാതന മധ്യകാല വ്യാപാര ബന്ധം വളർത്തിയെടുക്കുന്നതിൽ ഈ പ്രദേശത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ 100% ബാങ്കിംഗ് ജില്ലയും കൂടിയാണ് ഇത്. കൂടാതെ എറണാകുളം നിയമസഭാ മണ്ഡലം ലോകസഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. നമ്പർ 7, തൃശൂർ. ഇന്ത്യയിലെ 21ാമത്തെ വലിയ നഗരമായ തൃശൂർ പൂരങ്ങളുടെ നാടാണ്. ചരിത്രത്തിലുടനീളം സാംസ്കാരികവും ആത്മീയവും മതപരവുമായ ചായ്വുകൾ ഉള്ളതിനാൽ തൃശൂർ ആഘോഷങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നു. കൂടാതെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നും ഇതറിയപ്പെടുന്നു. നമ്പർ 6, പാലക്കാട്. പാലക്കാടിനെ പാലക്കാട്ടുശ്ശേരി എന്നും അറിയപ്പെടുന്നു. കേരളത്തിന്റെ കവാടം എന്നും പാലക്കാടിന് വിളിപ്പേരുണ്ട്. ഏറ്റവും ജനസാന്ദ്രതയുള്ള മുനിസിപ്പാലിറ്റിയും സംസ്ഥാനത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള 4ാമത്തെ നഗരവുമാണ് പാലക്കാട്. എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ സമാധാനത്തോടെ ജീവിക്കുന്ന നഗരമാണ് പാലക്കാട്. നഗരത്തിലും പരിസരത്തിലും നിരവധി ക്ഷേത്രങ്ങൾ, പള്ളികൾ എന്നിവ സ്ഥിതി ചെയ്യുന്നു. നമ്പർ 5, മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ ഈ സാക്ഷരതാ ജില്ലയും ആദ്യത്തെ സൈബർ സാക്ഷരതാ ജില്ലയുമാണ് മലപ്പുറം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ലയായി ഇത് സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 13% വസിക്കുന്നു. 1969 ജൂൺ 16 രൂപീകൃതമായ ഈ ജില്ല ഏകദേശം 3554 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. വിസ്തീർണം അനുസരിച്ച് കേരളത്തിലെ 3ാമത്തെ വലിയ ജില്ലയാണ് ഇത്. നമ്പർ 4, കോഴിക്കോട്. കാലിക്കറ്റ് എന്നും അറിയപ്പെടുന്ന കോഴിക്കോട് മലബാർ തീരത്തുള്ള ഒരു ജില്ലയാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരം, ശില്പങ്ങളുടെ നഗരം, സത്യത്തിന്റെ നഗരം, സാഹിത്യ നഗരം എന്നെല്ലാം ഇതിന് വിളിപ്പേരുണ്ട്. രാജ്യത്തെ 19ാമത്തെ വലിയ നഗരവും കേരളത്തിലെ 2ാമത്തെ വലിയ നഗരവുമായ ഇവിടെ ഗവൺമെന്റ് ഒരു ടയർ 2 നഗരമായി തിരിച്ചിട്ടുണ്ട്. നമ്പർ 3, വയനാട്. കേരളത്തിലെ ഏക പീഠഭൂമിയാണ് ഈ ജില്ല. വയലനാട്, നെൽവയലുകളുടെ നാട് എന്നെല്ലാം ഇതിന് വിളിപ്പേരുണ്ട്. മലപ്പുറം ജില്ലയിലെ അയൽപ്പക്കത്തുള്ള നിലമ്പൂരിലെ ചാലിയാർ താഴ്വരകൾക്കൊപ്പം വയനാട് ജില്ലയും പ്രകൃതിദത്ത സ്വർണ്ണപ്പാടങ്ങൾക്ക് പേരുകേട്ടതാണ്. നമ്പർ 2, കണ്ണൂർ. കേരളത്തിലെ 5ാമത്തെ വലിയ നഗരമായ കണ്ണൂർ തറികളുടെയും കഥകളുടെയും നാട് എന്നാണ് അറിയപ്പെടുന്നത്. മലബാർ തീരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 4 രാജവംശങ്ങളിൽ ഒന്നായ കോലത്തുനാടിന്റെ ആസ്ഥാനമായിരുന്നു കണ്ണൂർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് കണ്ണൂരിനെ പ്രധാന പ്രാധാന്യം തലശ്ശേരി കുരുമുളക് ഉൽപാദനത്തിലായിരുന്നു. ഏകദേശം 2,32,486 ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. നമ്പർ 1, കാസർഗോഡ്. 7 ഭാഷകളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ്. പശ്ചിമഘട്ടത്തിന്റെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തിലാണ് ഈ ജില്ല സ്ഥിതി ചെയ്യുന്നത്.
1984 മെയ് 24 വരെ ഇത് കേരളത്തിലെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്നു. ഇന്ന് വരെയുള്ള കേരളത്തിലെ അവസാനത്തെ ജില്ലയും ഇതാണ്. ചരിത്ര പ്രസിദ്ധമായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത് കാണുന്ന ആരെങ്കിലും ഇതിലേതെങ്കിലും ഒരു ജില്ലയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.